ഉത്സവം നോളജ് സിറ്റിക്ക് എത്തിക്കണോ എന്തിനാ കൊടുന്നുകൂടെന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലാന്ന് ഇതൊന്ന് വെക്കേ ആ നമ്മളിവിടുത്തെ ശുക്രാക്ക ഇപ്പൊ ഞാൻ പണിയെടുത്ത് മടുത്തുക്കണു ഒരു പെണ്ണും കൂടി വേണം പെടാ. അതിനെന്താ ഇത്ര ഉത്സാഹം ഞാൻ അറിയില്ലേനു ഒരു പെണ്ണ് നമുക്ക് വേണം. പെരീക്കൊരു വേലക്കാട്ടി വേണമെന്നുള്ള ഞാൻ പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടില്ല. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് എന്റെ കണ്ണോട്ട് കണ്ടു തീർത്തു. ഇവിടെ ഹാഫേ കണ്ടിട്ടുള്ളൂ, ഫുള്ള് കാണാൻ കിടക്കുള്ളൂ. എത്രങ്ങാനും കാണാണ്ട് പിന്നെ അതൊക്കെറിയാ ഞാൻ ചെയ്യാൻ രണ്ടാമത് കിട്ടുന്ന കാര്യമാണ്. ഞാൻ മൂടേ പോയി. ഓ കുക്കറിൽ 15 വിസിലടിച്ചിട്ടും വേവാത്ത മൂപ്പിളങ്ങൾക്ക് രണ്ടാമത് പെണ്ണാ. എന്നാ ഞോന്റെ കല്യാണം വരെ എന്റെ സ്റ്റെപ്പൊക്കെ ഞാൻ മറക്കൂണ്ടേ. ഇവിടെ തന്നെ കൊല്ലുന്ന ദിവസമാണെന്ന്. ജേലടി പെരേക്ക് പണിക്ക് ആൾ ആവശ്യം പറഞ്ഞിട്ടു അതിന് വന്നാണ്. പണിക്കുന്ന വേലക്കാരത്തിയാ. വേലക്കാരോ? അല്ലാ എവിടുക്ക രണ്ടാളും കളർ കോഴിക്കുട്ടികളെ പോണു. ഞങ്ങള് ടൂറ് വന്നാണ്. അന്റെ അമ്മ ഫോൺ വിളിച്ചു പറഞ്ഞോടുത്താ ഒരു കാര്യം പറഞ്ഞാലോ. അനക്ക് എല്ലാ പണിയും അറിയടി. ഇതാര് പത്തിയോ? ഇത് നമ്മളെ പെരീക്കുള്ള പണിക്കാരത്തിയാണ്. പക്ഷെ ഇത്ര പ്രായം കുറഞ്ഞ പെണ്ണിനും നമുക്ക് വേണ്ട. അല്ല തള്ളാരും കിട്ടും ശുക്രാക്ക. ഇവളെന്നെ മതി. എന്താ എന്നോടാ പെണ്ണ് പറഞ്ഞ് അടി അടി അതല്ല ആദ്യം പത്തുവോ ഈ പ്രായക്കാരെ വെള്ളം തളിപ്പിച്ചാലേ നല്ല ചൂടാണ്. നിങ്ങൾ വല്ലാതെ അങ്ങനെ വെള്ളം ചൂടാക്കണ്ട. ഞങ്ങൾ തലയിൽ കൂടെ ചുടുവെള്ളം കൊണ്ട് ഒഴിച്ചു. ഞാൻ എന്താ പറയാണ്ട് ഓനെ ഞാൻ കോഴ്സിന് ചേർത്താൻ വന്നതാണ്. ഒരു 3 മാസം കൊണ്ട് പഠിച്ചിക്കാണ് ജർമ്മൻ സർട്ടിഫിക്കറ്റ് കിട്ടി ജോലി കിട്ടുന്ന ഒരു അക്കാദമി ഉണ്ടല്ലോ. അതേതാ? കണ്ണു മുന്നിൽ ഞാൻ കണ്ടുപോയി സമയം. പേര് ഞാൻ സുലു ഒന്ന് വിളിച്ചോട്ടോ. സുലിയോ കുലിയോ എന്തേലും വിളിച്ചോളി. അങ്ങനെ വാടി അവിടെ അടുക്കളയിൽ കുറെ പണിയുണ്ട്. ഫെസിൻ ഹോട്ടൽ തന്നെയാണ് അതെ. തന്നെ എന്നാ പോയി കോനോടൊന്നും പറയണ്ട. കുഞ്ഞാപ്പോ പോരെ. ഇതാരെ വിളിച്ചു പറഞ്ഞ ഇത് സ്വിച്ച് ഓഫ് ആണ്, ബാറ്ററി ഇല്ല. തന്നെ എന്റെ സുലിയോ സമ്മന്തി അരക്ക ഞാൻ അരക്കണ. എന്താ ശുക്ര പൊന്നാരമ്മ അതിന്റെ കൂട്ടൊന്നും പറയാക്കാന്നല്ലേ. ഞങ്ങളോട് പണി ഇവിടെ നല്ല കാറ്റിലാ നിക്ക. വല്ലാതെ കാറ്റലുണ്ടാ പഞ്ചും അങ്ങോട്ട് അപ്പുറത്ത് പോയി അടിച്ചേരടി ഒരുമ്പട്ടോട്. കോള് വന്ന മാതിരി തോന്നി. അതാണ് വാ. നിങ്ങൾ എന്തൊക്കെ പറയാ എന്നോട് പറഞ്ഞേ. സ്വിമ്മിംഗ് പൂള് കാട്ടിയാരാ, ഊഞ്ഞാലുമ്പ് കയറ്റിയാരാ, ഐസ്ക്രീം വാങ്ങിയാരാന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പറ്റും. സുലുവാ എന്താ പപ്പാ കളിച്ചാ മതി. വല്യപ്പ ഇവിടുത്തെ എല്ലാ കോഴിക്കളെയും മുടിച്ച് ഞാൻ ഇറക്കുന്നുണ്ട്. ഈ കോയമ്പ് നിർത്തേച്ചാ നിങ്ങളെ മേനൊക്കെ എത്തേലും കാട്ടാ കൊമ്പക്കാട്ടാരും ഇങ്ങനെ മാനം കിടാൻ ബാക്കില്ല. പിന്നെ പെണ്ണ് പറഞ്ഞതെന്നുള്ളതൊന്ന് മനസ്സിലാവണ കോലത്തിനൊന്ന് പറഞ്ഞോണ്ടാ. അല്ല വല്യപ്പ തൈലം ഞാൻ തേച്ചെന്നാ മതിയാ. മുട്ടുവേന മാറിക്കണപ്പോ ഇല്ല മാറുങ്ങക്കെ വയസ്സങ്ങത്ത് തന്തന്റെ ഒരു ഇളക്കം. ഇജേ ഇവിടുന്ന് ഇറങ്ങൂല. സ്വിമ്മിംഗ് പൂള് കാണിച്ചു തരാ. വാ നീച്ചേ. അത് പറ്റൂല, എനിക്ക് ഇവിടെ കുത്തണ സ്വിമ്മിംഗ് പൂൾ ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഇവിടെ കുത്തേ. ഒന്നും നീച്ച. എന്റെ പണി മതിയാക്കിക്കാണ്ട് എന്റെ പരിക്ക് വെക്കോ. എന്റെ അമ്മനെ പോയി വിളിച്ചോണ്ടേ പോടിയണ്ണേ. അങ്ങോട്ട് ഇരിക്കി, ഞാൻ പറഞ്ഞുതരാം. ആ പെണ്ണ് പറയാണേ HRM പഠിച്ചുക്കണോന്ന്. എന്റെ കുട്ടിയൊക്കെ എങ്ങനെ അച്ചാറുണ്ടാക്കാൻ പറ്റും? നിങ്ങള് എന്ത് ഗവൺമെന്റ് ആശുപത്രിയോ? പാത്തോ ഈ ചാവയത്തല നമുക്ക് വേണോ? ആഹാ ഈ രണ്ട് ഭാഗത്ത് ഇങ്ങനെ പൂളാൻ കുത്തണം. ഒന്ന് നിർത്തി തിരിഞ്ഞാ സ്വിമ്മിംഗ് പൂൾ ഇവിടെ കുത്തേ. ന്യൂ അഡ്മിഷൻ അല്ലേ? ആണ് തോന്നുന്നുണ്ട്. അങ്ങോട്ട് പോയി. മാണം ഈ ചാവാലിത്തള്ളാണ് ഈ ചാവാലിത്തള്ള. ഇന്റെ കല്യാണത്തിന് മുന്നേ നമ്മുടെ ഒരു വേലക്കാരത്തില്ലേനാ ഓൾ എന്റെ തലവെട്ടം അങ്ങോട്ട് കണ്ടപ്പോ അങ്ങോട്ട് മണ്ടിച്ചില്ലേ. അതിന് ശേഷം ഞാനല്ലേ ഇവിടെ വേലക്കാരി പേരക്കുട്ടിക്ക് അച്ചാർ നച്ചിരിക്കേ. ഈ അച്ചാറും വേറെ കോഴ്സ് ആണ്. അത് പഠിച്ചോളാ ചോദിച്ചത്. പിന്നെ ചോദിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചോണോന്ന്. മാർക്കറ്റ് ഈ തള്ള മതി. അല്ലെങ്കിലും പണ്ടത്തെ മാര് തീരെ വിശപ്പില്ല. ചോട്ടം കണ്ടിട്ട് പാത്തോ ഇത് തിന്ന് നമ്മളവരെ തിന്നോ? ശുക്രാക്ക കൂലി എന്റെ ചെറുക്കനാണേ. അത് അടി കണ്ടപ്പോ തോന്നി. കണ്ട ചെല്ലും കോലി അല്ലേ സ്വിമ്മിംഗ് പൂള് കൊടുക്കണ്ട, ചോറ് കൊടുത്താ മതി. ഇതിനും കാട്ടി നല്ലതേ കൂലി എടുക്കണാണ്. ഇതിന്റെ കേസ് കീറും. തള്ളച്ച് തിന്നാലേ മര്യാദക്ക് പണിക്കൊക്കെ പോവാത്തിനാ പഠിച്ചു പോയേ. അതൊരു കോഴ്സ് ആണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്റെ കുട്ടിക്ക് പൊന്താണാവോ. ആരോടാ അതൊക്കെ ഇവിടെ ഒരു കാര്യം പറയാണ്ട്. ഇപ്പൊ കുട്ടിക്ക് പഠിച്ചിക്കാണ്ട് എന്താണ് ആവേണ്ടത്? എനിക്ക് കൂടുതൽ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ നമ്മള് ഹോട്ടൽ എടുക്കാൻ പറ്റുള്ളൂ. നോക്കണ്ടേ ഒരു ബൂസ്റ്റ് കിട്ടുക. ഞാൻ അപ്പളേ പറയും തള്ള വേണ്ടെന്ന്. അതൊന്നും കുഴപ്പമില്ല, ഇത് മതി. തിന്ന് കഴിഞ്ഞാലൊന്ന് ഉറങ്ങണം. പിന്നെ അമ്മ മൂന്നാമതോളം ഒരു കാര്യം കൂടി ചോദിച്ചു. എത്താനായി
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുക്കണോന്ന്. ഹോസ്പിറ്റലൊക്കെ പോയി അഡ്മിറ്റ് ആവാൻ പറഞ്ഞോണെങ്കിൽ ആ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോഴേ നമുക്ക് ഷെയ്ക്ക് ഉണ്ടാക്കി തന്നൊരു കാക്കൂല്ലേ? ഷെയ്ക്ക് ഉണ്ടാക്കേ അല്ല മറ്റേ ഇങ്ങനെ ഷെയ്ക്കൻഡ്. അതേപോലെ ഗോട്ട് ഷൂട്ടൊക്കെ ഇട്ട് ഒരു ജോലി പറ്റേ എനിക്കൊരു 3 ഒരു ബന്ധം നമുക്ക് വേണ്ട കോയേ. ഇതിലേതെങ്കിലും ഒരു കോഴ്സ് ഓൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കല്യാണം തന്നെ നടന്നിരുന്നു. ആ കുടുംബത്തിനായിട്ട് നല്ല വേർപിരിയാത്തൊരു ബന്ധം പാട്ടുണ്ണി അവത്ത് കൊണ്ടേക്കാണ്ടേ ഒരു തൊട്ടിട്ട് കൊടുത്താളെ ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ മാന കളിച്ചിരുന്നോളൂ. നിങ്ങളെ വലിയ വേലക്കാരോട് ആക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ. കൊമ്പങ്കാട്ടുകാരെ ഒരു അഭിമാനികളെ ഇതൊന്ന് വേർപിരുത്തി കാണി. ദിവസം പഠിച്ചാൻ പറ്റുമോ? 3 മാസം പഠിച്ച ഗോട്ടിടാൻ പറ്റുമോ? പറ്റും. അങ്ങനത്തെ സ്ഥലത്ത് കാണാൻ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ നമ്മളിന്ന് ടൂർ പോകുന്നതല്ല. അങ്ങനെ 3 മാസം കൊണ്ട് പഠിച്ചു. ആ പെണ്ണെന്നെ പറഞ്ഞു കൊടുത്തോണോന്ന്. ഞമ്മ തിരൂർക്കാട് സ്കൂൾ പഠിക്കുള്ള ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാ മതിന്ന്. ജോലി കിട്ടണ ഒരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചൊന്ന് കാണണല്ലോ. അത് ഇവിടെ ഉണ്ട്. എവിടെ? ഫെസിൻ അക്കാദമി. കാണാൻ എനിക്ക് നടക്കേ. നമ്മളിവിടെ പ്രൊവൈഡ് സ്നേഹത്തിന് കണ്ണു മുക്കില്ലാന്ന് കേട്ടിരിക്കണ. ഇതിപ്പോ എന്താ കഥ? അത് പിന്നെ കത്തിത്തിരുന്ന കമ്പിത്തിരിക്കുന്ന ഇച്ചിരി ചൂട് അതേ കാര്യം. എളുപ്പൊന്ന് പോയാല് ചേർന്നാല് ഞാൻ എന്റെ പൂമേന് മറക്കും. ഓന്റെ കല്യാണം ശരിയായിട്ട് ഇപ്പൊ ഡാൻസ് കളിച്ചതന്നെ. തിളങ്ങുന്ന പോലൻ കൺകൾ. ആ കോയന്റെ പോക്കിന്റെ കാലുകൾ. നമ്മുടെ സഞ്ജു സാംസൺ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള